ഹലോ ഗൈസ്, പുതുവീഡിയോയിലാകും സ്വാഗതം. സോ ഗൈസ്, എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മൾ ഒരു ട്രെയിലർ റിയാക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏത് പടം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അനോമി ദി ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ട്രെയിലറാണ്. സോ നമ്മുടെ ഭാവനും റഹ്മാനും ഒക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. സോ എങ്ങനെയുണ്ട് നമുക്ക് കണ്ടുനോക്കാം. സോ ടി സീരീസ് ആണ് പ്രൊഡക്ഷൻ ഹൗസായിട്ട് വരുന്നത്. സോ സംതിങ് ബിഗ് അല്ലാണ്ട് അവർ ചെയ്യില്ലല്ലോ. സോ എന്തായാലും നമുക്ക് നോക്കാം. പനോരമ സ്റ്റുഡിയോസ് ആൻഡ് ടി സീരീസ് ക്രൈം ത്രില്ലറാണ് തോന്നുന്നു. പാവന ഫിലിം പ്രൊഡക്ഷൻസ്. ഓക്കെ, പുള്ളിക്കാരത്തി കംബാക്കിൽ പ്രൊഡക്ഷനും തുടങ്ങിയിട്ടുണ്ടോ? ഓക്കെ, അപ്പനമ്മയും മരിച്ചിട്ടുള്ള മക്കളാന്ന് തോന്നുന്നു, ഭാവനയും പിന്നെ മറ്റേ റഹ്മാൻ. ഓക്കെ, റഹ്മാൻ പോലീസായിട്ടാണ് സീൻ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. BGM സീനായിട്ടാണ് കേട്ടോ, സീൻസാണ്. വില്ലൻ മറ്റേ കരിക്കിൽ വന്ന പുള്ളിയാന്ന് പേരറിയില്ല, സോറി. സോ പുള്ളി സീനാണ്, ഭയങ്കര ടെറർ സംഭവമാണ്. പുള്ളിയാണോ വില്ലൻ? പുള്ളിയാവില്ല, വേറെ വില്ലൻ വേറെ ഉണ്ടാവും. അത് കാണിച്ചിട്ടില്ല. പുള്ളി ഒരു അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. ഭാവനയുടെ അനിയനെ കാണാണ്ടായി ഗൈസ്, അതാണ് നമ്മുടെ മെയിൻ കഥ. സോങ്ങും BGM ഒക്കെ പുള്ളി. പുള്ളി ഉണ്ടല്ലേ സീൻ. അനോമി ദി ഇക്വേഷൻ ഓഫ് ഡെത്ത് പാൻ ഇന്ത്യൻ റിലീസാണ്. ടി സീരീസ് ആയതുകൊണ്ട് അങ്ങനെയായിരിക്കും. ഇൻ തിയേറ്റേഴ്സ് 6th തിയേറ്റേഴ്സിൽ വരുന്നത്. സോ ഗൈസ്, സംഭവം കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു താഴെ കമൻറ്റ് മറക്കരുത്. സോ ഒരു ഭാവനയുടെ ഒരു കിടിലൻ പെർഫോമൻസ് ഭാവനയുടെയും റഹ്മാൻ്റെയും ഒക്കെ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ട് അത്യാവശ്യം നല്ല സ്പേസ് അവർക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. സോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വെള്ളിയാഴ്ചയാണ് റിലീസ് വരുന്നത്. സോ നിങ്ങൾ എത്രമാത്രം വെയിറ്റിംഗ് ആണ്, നിങ്ങൾക്ക് എന്താ തോന്നണേ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പം എന്തായാലും വലദോഷത്തെ കള്ളൻ ഇപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജിത്തു ജോസഫിൻ്റെ ആ ഒരു ക്രൈം ത്രില്ലറിൻ്റെ കൂടെ ഇതും കൂടി വരുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ അടിപൊളി വ്ലോഗായിരുന്നു. എല്ലാവർക്കും ബൈ.